യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുക്കുന്ന വിക്രമൻ എന്ന മലയാള ചിത്രത്തിന്റെ ചിത്രീകരണം കുവൈറ്റിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണെന്ന് അണിയറ ശില്പികൾ അറിയിച്ചു. ചിത്രം ഉടൻ പ്രേക്ഷകരിലേക്ക് എത്തുമെന്നും പറഞ്ഞു. കേരളത്തിൽ നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കിയുള്ള സിനിമയുടെ ചിത്രീകരണം കുവൈറ്റിൽ പൂർത്തീകരിച്ചുവെന്ന് ചിത്രത്തിന്റെ അണിയറ ശില്പികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിക്രമൻ എന്ന് പറയുന്ന സിനിമ യഥാർത്ഥത്തിൽ ഉണ്ടായ ഒരു കഥയുടെ ആസ്പദമാക്കിയാണ്. ഒരു തിരോധാനത്തിൻ്റെ കൊട്ടാരക്കര മേലില എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വിക്രമൻ എന്ന് പറയുന്ന ആളുടെ തിരോധാനത്തിനെ ആസ്പദമാക്കിയാണ്. ഇതിലൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, മരുഭൂമിയെ നമ്മൾ ഒരു നാടിൻ്റെ അവസ്ഥയിലോട്ട് മാറ്റിക്കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് വളരെയധികം അഭിമാനത്തോടെ എനിക്ക് പറയാൻ കഴിയും. കാരണം മരുഭൂമി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, അവിടെ നല്ല വിഷജന്തുക്കളും കാര്യങ്ങളും ഒക്കെ ഉള്ള, അത്രയും കഠിനമായ ചൂടും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഏകദേശം 1 ഏക്കറോളം ഉള്ള സ്ഥലത്ത് നമ്മൾ ഒരു ഗ്രാമപ്രദേശം തന്നെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. പച്ചയായ ഗ്രാമപ്രദേശവും അതേപോലെ തന്നെ പച്ചക്കറി ഷോപ്പും അതേപോലെ തന്നെ ചായക്കടയും എല്ലാം അടങ്ങുന്ന ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളുടെ ഒരു ഗ്രാമം അവിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. അത് രാജീവ് ദേവനന്ദനം എന്ന് പറയുന്ന ഒരു വലിയൊരു കലാകാരനാണ് അത് ചെയ്തത്. ജിയും അതേപോലെ തന്നെ സാറും ഒക്കെ അവിടെ വന്നിട്ടുണ്ട്, കുവൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. കാരണം നമ്മൾ ഇവിടെ സിനിമ ചെയ്യുന്നത് പോലല്ല, കുവൈറ്റിന് പണത്തിനുമൊക്കെ മൂല്യം കൂടുതലുണ്ടെങ്കിലും ഭയങ്കര നിയമവശനങ്ങൾ ഒരുപാട് കർശനമാണ്. അതിൻ്റെ ചട്ടക്കൂട്ടുകളിൽ നിന്നാണ് നമ്മൾ ഈ സിനിമ ചെയ്യുന്നത്. നിങ്ങളെപ്പോലത്തെ പോലെ ഒരു സ്വാതന്ത്ര്യം അവിടെ ഇല്ല. ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ തന്നെ നമ്മൾ അവിടെ നിൽക്കാൻ കഴിയില്ല. അങ്ങനെ ഉള്ളിടത്തു നിന്നാണ് ഈ സിനിമ കണ്ടത്. അപ്പോൾ ആ പരിമിതികൾ ഉൾക്കൊള്ളിൽ നിന്നാണ്, ആ ബോക്സിൻ്റെ അകത്ത് നിന്നാണ് നമ്മൾ ഈ സിനിമ ചെയ്തിരിക്കുന്നതെന്നുള്ളതാണ്. AJ ടാൽക്കീസ്, KK പ്രൊഡക്ഷൻ, VJK പ്രൊഡക്ഷൻ എന്നിവയുടെ ബാനറിലാണ് ചിത്രം പ്രദർശനത്തിനെത്തുന്നത്. വിക്രമൻ എന്നാണ് ചിത്രത്തിൻ്റെ പേര്. ഹരി മേലിലെയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. സമകാലിക സംഭവത്തെ ആസ്പദമാക്കിയുള്ള ചിത്രം പ്രേക്ഷകർക്ക് പുതിയൊരു അനുഭവം സൃഷ്ടിക്കുമെന്നും അണിയറ ശില്പികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ ചിത്രത്തിന്റെ ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത് വട്ടിയൂർക്കാവ് കൃഷ്ണകുമാറാണ്. ജോസി പുല്ലാടാണ് സംഗീതം. ചലച്ചിത്ര പിന്നണി ഗായകൻ ബിനു ആന്റണിയാണ് പാട്ടുകൾ ആലപിച്ചിരിക്കുന്നത്. സിനിമ സീരിയൽ രംഗത്ത് പ്രശസ്തരായ യവനിക ഗോപാലകൃഷ്ണന്റെ മകൻ ജിനു വൈക്കത്താണ് കേന്ദ്ര കഥാപാത്രമായ വിക്രമന്റെ വേഷത്തിൽ എത്തുന്നത്. കൂടാതെ വട്ടിയൂർക്കാവ് കൃഷ്ണകുമാർ, വിഷ്ണു ജയകൃഷ്ണൻ, അശ്വതി, അഭിരാമി, ആർദ്യ മേനോൻ, ചന്ദ്രമോഹൻ, ഹരി ചെങ്ങന്നൂർ എന്നിവരും പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട്. ചിത്രം ഉടൻ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തുമെന്നും അണിയറ ശില്പികൾ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.